ഫ്രണ്ട്സ്, പച്ചപ്പാടിൻ്റെ സന്തോഷം എന്ന ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. പ്രത്യേകിച്ചും ഇന്ന് ചിങ്ങം 1 കർഷക ദിനമാണ്. ചിങ്ങപ്പുലരി എന്തുകൊണ്ടും സന്തോഷിക്കേണ്ട സമയമാണ്. എന്നിരുന്നാലും അത്രമാത്രം സന്തോഷിക്കാൻ നമുക്ക് ആകാത്ത ഒരു അവസ്ഥയുമുണ്ട്. നമ്മുടെ സഹോദരങ്ങൾ വയനാട്ടിൽ എവിടെയോ മറഞ്ഞു കിടക്കുന്നു. ആ രംഗങ്ങൾ നമ്മുടെ മനസ്സിലൂടെ ഓർക്കുമ്പോൾ, നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ആഘോഷിക്കാൻ കഴിയില്ല. എന്നിരുന്നാലും മലയാളത്തിൻ്റെ പ്രത്യേകത 1199 ആണ്ട് കഴിഞ്ഞ് 1200 ആണ്ടിലേക്ക് കടന്നിരിക്കുന്ന ചിങ്ങം 1 അതുകൊണ്ട് തന്നെ ഈ ദിവസത്തിന് വളരെ പ്രാധാന്യവുമുണ്ട്. കഴിഞ്ഞ വേനലൊക്കെ കഴിഞ്ഞ് ചെറിയ പച്ചക്കറികളും കാര്യങ്ങളൊക്കെ നട്ടെങ്കിലും അതികഠിനമായ ചൂടുകൊണ്ട് അവയെല്ലാം തകർന്നിരുന്നു. വീണ്ടും മഴ പിടിച്ചതോടുകൂടി അല്ലറ കാര്യങ്ങളൊക്കെ നട്ട് പൊടിച്ചു വന്നിരുന്നെങ്കിലും അമിതമായ മഴ കൊണ്ട് അവയും അസ്തമിച്ചുപോയി. വീണ്ടും മഴയുടെ ശമനമൊന്ന് കഴിഞ്ഞപ്പോൾ ചെറിയ 2-3 കാന്താരി മുളകോ ചീരയോ ഒക്കെ നട്ട് ഓണമൊക്കെ ആകുമ്പോഴേക്കും എന്തെങ്കിലും ഒന്ന് പറിച്ചെടുക്കാം എന്നുള്ള ദൃഢനിശ്ചയത്തോടെ വീണ്ടും മനസ്സ് തകരാതെ ഓരോ മുളകും ഒക്കെ നട്ട് പിടിപ്പിച്ച് പരിപാലിച്ച് അങ്ങനെ അതിനിത്തിരി വളവും ഒക്കെ ഇട്ട് ചിങ്ങപ്പുലരി അങ്ങനെ ആസ്വദിക്കാമെന്ന് വിചാരിച്ചു. ഞാനും ഭാര്യയും കൂടി അത്യാവശ്യം ചില പരിപാലനങ്ങളൊക്കെ മിക്ക ദിവസങ്ങളിലും ചെയ്യാറുണ്ട്. എങ്കിലും ചിങ്ങപ്പുലരിയായി പ്രത്യേകിച്ച് ഇന്ന് അതൊന്ന് ആസ്വദിക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ മലയാള നാട് ഓരോ മഴക്കാലവും വന്ന് ചിങ്ങം വരുമ്പോഴേക്കും നമ്മൾ അത്യുത്സാഹത്തോടെ ഓരോന്നിനെയും നോക്കിക്കാണാറുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ നമുക്ക് നമ്മുടെ മലയാളത്തിൻ്റെ കലണ്ടർ വരെ മാറ്റേണ്ടതായ അവസ്ഥ വന്നിരിക്കുന്നു എന്ന് വേണം കരുതാൻ. കാരണം പ്രവചനങ്ങളെല്ലാം അസ്ഥാനത്തായി മാറുകയാണ്. കാലാവസ്ഥാ വ്യതിയാനം വരുത്തിവെക്കുന്ന വിന ചില്ലറതായിട്ടൊന്നുമല്ല നമ്മൾ മലയാളികളെ എന്ന് മാത്രമല്ല ലോകത്താകമാനമുള്ള മനുഷ്യരെയും പക്ഷിമൃഗാദികളെയും സർവ്വചരാചരങ്ങളെയും ബാധിക്കുന്നത്. എന്നാലും നമ്മൾ നമ്മുടെ പൂർവികർ ചെയ്തു വന്നിരുന്ന നമ്മുടെ കൃഷി രീതികളും പരമ്പരാഗതമായ ആ കുലത്തൊഴിലും അല്പമൊക്കെ ആസ്വദിച്ചു പോയില്ലെങ്കിൽ പിന്നെ എന്ത് മലയാളി, എന്ത് മലയാളം, എന്ത് ജീവിതം എന്ന് ചിന്തിച്ചു പോവുകയാണ്. അങ്ങനെ അത്യാവശ്യം മഴ കഴിഞ്ഞപ്പോൾ ചെറിയ 2-3 വറ്റൽമുളകുകളും കാന്താരികളും അതുപോലെ അല്പം ചീരയൊക്കെ പാകി നിർത്തിയിട്ട് അവ പറിച്ച് ഓരോ തരിതരിയായി നമ്മൾ മണ്ണിൽ വാരം മൂടി നട്ടിരിക്കുകയാണ്. കാരണം ചീരവിത്ത് മണ്ണിൽ പാകിയാൽ മഴ പെയ്യുമ്പോൾ തെറിച്ചു പോകുന്നത് കൊണ്ട് മറ്റൊരു പാത്രത്തിൽ പാകി നിർത്തി അവ വാരം മൂടി നട്ടിരിക്കുകയാണ്. ഇവയും നമുക്ക് കിട്ടുമോ ആവോ. മഴയുടെ കാഠിന്യം എങ്ങനെയാണ് എന്നൊന്നും പറയാൻ പാടില്ല. കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായി നമ്മൾ ജീവിച്ചു പോവുക എന്ന് മാത്രമാണ് ഇനി അങ്ങോട്ടുള്ള കാലം. മഴ ഒന്ന് മാറി നിന്നാൽ അപ്പം തന്നെ അത്യുഷ്ണം വന്ന് നമ്മൾ വേർത്ത് കുളിക്കുകയാണ്. ഇങ്ങനെയാണ് കാലാവസ്ഥയുടെ മാറ്റം. അതിനാൽ തന്നെ പച്ചക്കറികളും മറ്റും നട്ട് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത് കൃഷിക്കാരെ സംബന്ധിച്ചൊക്കെ വലിയൊരു പെടാപ്പാട് തന്നെയാണ്. കൃഷിക്കാരുടെ കാര്യങ്ങൾ വളരെ കഷ്ടവും തന്നെയാണ്. ശരിക്കും നമ്മൾ കൃഷിക്കാരെയല്ലേ ആരാധിക്കേണ്ടത് എന്നുള്ളതാണ് എൻ്റെ പക്ഷം. ഞാൻ കൃഷിക്കാരുടെ പക്ഷത്ത് തന്നെയാണ്. തന്നെയുമല്ല, പരമ്പരാഗത കൃഷിക്കാരൻ്റെ മകനായി ജനിച്ചതുകൊണ്ട് തന്നെ കൃഷിയെ എനിക്ക് ഒരുപാട് ഇഷ്ടവുമാണ്. ഒരുപാട് കാര്യങ്ങളിലൂടെ ഞങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ അതുപോലെ ചില സാഹചര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മറ്റു പല കൃഷി രീതികളും പതുക്കെ അവസാനിപ്പിച്ച്, എന്നിരുന്നാലും ഇതിൽ നിന്നൊന്നും വിട്ടുമാറാൻ നമ്മൾ മലയാളി എന്നുള്ള നിലയിൽ, കൃഷിക്കാരൻ്റെ മകൻ എന്നുള്ള നിലയിലും നമുക്ക് കഴിയാറില്ല. അതുകൊണ്ട് കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ചെയ്ത് ഓരോ രാവിലെയും അത്യാവശ്യം ചില പരിപാലനങ്ങളൊക്കെ നടത്തി അങ്ങനെ ഇരുട്ടും വെളുത്തും ജീവിച്ചു പോകുന്നു എന്ന് കാരണവന്മാർ പറഞ്ഞതുപോലെ മെല്ലെ മെല്ലെ ഇങ്ങനെ ജീവിച്ചു പോവുകയാണ്. ഇതിൽ കൂടുതൽ മറ്റെന്ത് സന്തോഷങ്ങളാണ് നമുക്ക് കിട്ടുക? സ്നേഹം നിറഞ്ഞവരെ, പച്ചപ്പാടിൻ്റെ സന്തോഷം എന്ന ചാനൽ ഇത്തരം ചില കാഴ്ചകളൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പച്ചപ്പാടിൻ്റെ സന്തോഷം സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് ബെല്ലൈക്കൺ കൊടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് പോയി ഷെയർ ചെയ്യാം. അങ്ങനെ നിരന്തരം ഇത്തരത്തിലെ കാഴ്ചകളുമായി പച്ചപ്പാടിൻ്റെ സന്തോഷം ഈ ചിങ്ങപ്പുലരി ആസ്വദിക്കുകയാണ്. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത നിങ്ങൾക്കേവർക്കും ചിങ്ങപ്പുലരിയുടെ സന്തോഷവും നന്മയും നേർന്നുകൊണ്ട് ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും കാണാം എന്നുള്ള വിശ്വാസത്തോടെ നിർത്തട്ടെ.